ഹായ് ഹലോ. നമ്മളിത് ചെയ്യാൻ പോകുന്നത് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലോഗിൻ ലോഗൗട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആക്കണമെങ്കിൽ ഇ കൊമേഴ്സിൽ വരിക, നമ്മൾ ആപ്പിൽ കയറുക, സ്റ്റോറാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൽ മോഡൽസ് കയറുക, മോഡൽസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇതന്നെയല്ല എൻ്റെ ഫയലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ മോഡൽസിൽ വരിക. മോഡൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു കാറ്റഗറി എന്നുള്ള കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലാസ് കാറ്റഗറിയിൽ നിന്ന്. അപ്പോൾ ഓക്കെ, കാറ്റഗറി മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. ഇത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തേക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എഴുതിക്കുന്നത്. ഇമേജൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അതെല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യണം. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, മോഡൽസ് ഡോട്ട് മോഡൽ ക്യാപിറ്റൽ എം ആട്ടോ. ഓക്കെ ഓക്കെ നമ്മൾ ഒരു കാറ്റഗറി ഇറങ്ങിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ലഗ് ഇറങ്ങിയൊരു സംഭവം, സ്ലഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി. ഈ സ്ലഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാറ്റഗറിയിൽ നിന്ന് നേരെ പ്രൊഡക്റ്റിക്ക് വേണം. കാറ്റഗറീൻ്റെ അതേ സ്ലഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിൽ ആ കാറ്റഗറീൻ്റെ പ്രൊഡക്റ്റിക്കാണ് ചാടുന്നത്. പിന്നെ പ്രൊഡക്റ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വ്യൂ. അപ്പോൾ ഇതിൻ്റെ സ്ലഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ്. ഓക്കെ, ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം. മാക്സിമം ഓക്കെ, മാക്സിമം ലെങ്ത്ത് കൊടുക്കാം. 50 കൊടുത്തു ഞാൻ. പിന്നെ ഇതിലൊന്നും ജസ്റ്റ് ഇത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഫോം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ ബാക്കെൻഡിലുള്ള കാര്യങ്ങൾ ഫോമല്ല, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ നെയിം, ഇമേജ്, സ്റ്റാറ്റസ്, ട്രെൻഡ്, ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സ്ലഗിൽ നമുക്കൊരു പേര് കൊടുക്കണം. അതേപോലെ നെയിമിന് ഒരു പേര് കൊടുക്കണം, ഇമേജിൽ ഒരു ഫോട്ടോ വേണം, സ്റ്റാറ്റസ് 0 ആണോ, 0 ആണെങ്കിൽ ഓക്കെ, ഹെൽപ്പ് ടെക്സ്റ്റ് പറഞ്ഞാൽ 0 ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് 1 ആണ് ഹിഡൻ. ഓക്കെ, കാണരുത്, നമ്മൾ ചെയ്യുന്ന ഈ കാറ്റഗറി ഇതിൽ കാണരുത്, അതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിൽ നൾ ഈസ് ഈക്വൽ ടു ഫാൾസ്, ബ്ലാങ്കും വരാൻ പാടില്ല. ഓക്കെ, ബ്ലാങ്ക് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഫാൾസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു നെയിം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പ്രൊഡക്റ്റിന് ഒരു കാറ്റഗറിക്ക് ഒരു നെയിം ആണല്ലോ, ആ നെയിമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതും നമ്മൾ ക്യാരക്ടർ ഫീൽഡ് എന്ന് കൊടുത്തു ഞാൻ. എന്നിട്ട് അതിന് മാക്സിമം ലെങ്ത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാക്സിമം ലെങ്ത്ത് കൊടുക്കാം. മാക്സിമം ലെങ്ത്ത് കൊടുത്തു ഈക്വൽ ടു, ഞാനതൊരു നെയിം വലിയ നെയിമൊന്നുമില്ല, അപ്പോൾ ഒരു 50 കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ സെയിം പോലെ നള്ള് വരാൻ പാടില്ല, ഈക്വൽ ടു ഫാൾസ്, ബ്ലാങ്ക് ഈക്വൽ ടു ഫാൾസ്. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ളത് അടുത്ത ഇമേജിന് നമുക്കൊരു ഫീൽഡ് വേണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമേജ് ഫീൽഡ്, മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് അപ്ലോഡ് ടു, നമുക്കിത് എവിടേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ടു. ഓക്കെ, ഞാൻ ഇമേജസ് എന്നുള്ളൊരു ഫോൾഡറാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇമേജസ് ഇറങ്ങിയൊരു ഫോൾഡറും കൂടി ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഇതേപോലെ തന്നെ നള്ള് വരാൻ പാടില്ല, ആ സംഭവങ്ങൾ ഇവിടെയും കൊടുക്കാം. ഓക്കെ, ഞാൻ അത് കോപ്പി ചെയ്തെടുക്കാം. ഇമേജ് അതിൽ വേണം. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റാറ്റസ്. നമുക്ക് ആ ഡാറ്റാബേസിൽ നിന്ന് തന്നെ ജസ്റ്റ് ഹെൽപ്പ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ട് കിടക്കണം, അത് പിന്നെ ആ ഒരു കാറ്റഗറി കാണാൻ പാടില്ല. അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് മോഡൽസ് ഡോട്ട് ബൂളിയൻ ഫീൽഡ്, ഡിഫോൾട്ട് ഫാൾസ്, ഹെൽപ്പ് ടെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, 0 ഡിഫോൾട്ട് എടുക്കാം.
0 ഈക്വൽ ടു ഡിഫോൾട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് വേണ്ടത് ഒന്നാണെങ്കിൽ ഹിഡൻ ആവണം. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ട്രെൻഡിങ് ആയ പ്രൊഡക്റ്റാണെന്നുള്ളതിനും കൂടിയുള്ള ഒരു ഇത് ട്രെൻഡിങ് ആയ ഒരു കാറ്റഗറി ആണെന്നുള്ളതിൻ്റെ കൂടി കാര്യം നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. യൂസ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് പേജിൽ ആ ട്രെൻഡിങ്ങിൻ്റെ കാറ്റഗറികളിലൊക്കെ വരണം. ഓക്കെ ഓക്കെ, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇത് ചെയ്യാം. ട്രെൻഡിങ് എന്ന് കൊടുത്തു. ഓക്കെ, മോഡൽസ് ഡോട്ട് അത് സെയിം തന്നെ ഇവിടെ കൊടുക്കാം. ഹെൽപ്പ് ടെക്സ്റ്റ് ഓക്കെ. റിട്ടേൺ റെൻഡർ റിട്ടേൺ സെൽഫ് ഇതെല്ലാത്തിൻ്റെ അടിയിൽ ഇത് കൊടുക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ ആ പേര് അവിടെ കാണാൻ വേണ്ടി. ഓക്കെ, ഇത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാത്തിൻ്റെ അടിയിൽ ഈ നെയിമായിട്ട് ഈ നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ സ്ലഗ് നെയിം ഇമേജ് സ്റ്റാറ്റസ് ട്രെൻഡിങ് ഓക്കെ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്രൊഡക്റ്റിന് വേണ്ടി ഒരു കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ ഞാൻ പ്രൊഡക്റ്റ് എന്നുള്ള കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. മോഡൽസ് ഡോട്ട് മോഡൽ ഓക്കെ. ഞാൻ ഇതൊക്കെ പാടെ എടുക്കുന്നു. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കോപ്പി ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു കോഡ് എഴുതി വെച്ചിരുന്നു പ്രൊഡക്റ്റിൻ്റെ. സെയിം തന്നെയാണ്. ജസ്റ്റ് ഞാനിത് വെറുതെ കുറേ എഴുതണ്ടല്ലോ എഴുതി വെച്ച്. ഫസ്റ്റ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം എന്താണെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കോപ്പി ചെയ്തെടുത്തത്. ഓക്കെ, ഇത് പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു കാറ്റഗറി ഇറങ്ങി നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോറിങ്കി കാറ്റഗറി ഓൺ ഡിലീറ്റ് കാസ്കേഡ്. അപ്പോൾ ഇതെന്തിനാണെന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ കാറ്റഗറിയിൽ ഉള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമായി കാരണം ആ കാറ്റഗറി ഡിലീറ്റ് ചെയ്തെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് പോകണം. ഓക്കെ, ആ കാറ്റഗറിയിലാണ് ആ പ്രോഡക്റ്റ് എടുക്കുന്നത്. അങ്ങനെ അത് യൂസ് ചെയ്ത് സ്ലഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫിൽറ്റർ ചെയ്യുന്ന കാര്യത്തിന് ആവശ്യമാണ്. പിന്നെ നെയിം കൊടുത്തു, പ്രൊഡക്റ്റ് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ആ പ്രോഡക്റ്റ്, പിന്നെ ഒറിജിനൽ പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുത്തു, സ്റ്റാറ്റസും ട്രെൻഡിങ്ങും കൊടുത്തു. ഓക്കെ, ഇനി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് കയറില്ല. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈക്കോം പ്രൊജക്റ്റിൻ്റെ ഉള്ളിലല്ലാത്തൊരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതി കേട്ടോ. പിന്നെ ആ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളത് സെർവർ റൺ ചെയ്തു. ഓക്കെ, എന്തോ എറർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോഡൽസ് ഡോട്ട് പി വൈയിൽ 14ാമത്തെ ലൈനിൽ 14. ഓക്കെ, ഇവിടെയാണ് എറർ പറയുന്നത്. കാറ്റഗറി ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ്. ഓക്കെ, നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, മാക്സിമം ലെങ്ത്ത് അതെവിടെ കിടക്കുന്നത്? 5ാമത്തെ ലൈൻ. ഓക്കെ, സ്പെല്ലിംഗ് ഇഷ്യൂ ഉണ്ട്. മാക്സിമം ലെങ്ത് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട്
ഇതിപ്പോൾ ചെയ്തു പോകണ വഴിക്ക് ചിലപ്പോൾ എന്താണ് മിസ്റ്റേക്കുകൾ വരും, ഉറപ്പാണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇട്ടുകൊണ്ടാണ് അവിടെ രണ്ടിടത്തും ഒരേപോലെ വന്നത്. ഓക്കെ, ഇനി നോക്കി നോക്കാം. റൺ ചെയ്തു. ഓക്കെ, നമ്മളിതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ നമുക്ക് ഇമേജ് നമുക്ക് ഇതിലേക്ക് വരണമെങ്കിൽ നമ്മൾ സെറ്റിങ്സിലൊരു കാര്യം ചെയ്ത് വെക്കണം. സെറ്റിങ്സിൽ നമ്മൾ മീഡിയ URL ഇറങ്ങരുത്, ഒരു കോഡ് ഇവിടെ എഴുതണം. ഓക്കെ, ഐഡിക്ക് വരിക, നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ M URL equal to root base dir. ഓക്കെ, /static. ഓക്കെ, നമ്മളെ സ്റ്റാറ്റിക് ഫയലിൻ്റെ പേര്. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ മോഡൽസ് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഡ്മിനിൽ വരിക. ഈ ഒരു സ്റ്റോറിൽ തന്നെ അഡ്മിൻ ഉണ്ടാവും. ഇവിടെ ആ ഒരു മോഡൽ ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് നമ്മൾ മോഡലിൻ്റെ പേര് കൊടുത്തു, കാറ്റഗറി. ഇത് രജിസ്റ്റർ ചെയ്യണം. അഡ്മിൻ ഡോട്ട് സൈറ്റ് രജിസ്റ്റർ എന്നുണ്ടാവും, ഡോട്ട് രജിസ്റ്റർ. ഓക്കെ, നമ്മൾ കാറ്റഗറിയാണ് നമ്മളെ മോഡലിൻ്റെ പേര്, അവിടെ കൊടുക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എന്നുള്ളൊരു മോഡലും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. പ്രൊഡക്റ്റ് then അടുത്തതിൽ കൊടുക്കുക അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ പ്രൊഡക്റ്റ് കൊടുക്കുക. എന്നിട്ടിത് മൈഗ്രേറ്റ് ചെയ്യുക. കമാൻഡ് കൊടുക്കുക, മേക്ക് മൈഗ്രേഷൻസ് എന്ന് കൊടുക്കുക. മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ, നമ്മൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു മൈഗ്രേറ്റും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കാണാം. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്യാം. റൺ സെർവർ. ഓക്കെ, സെർവർ റൺ ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോന്ന്. /admin പാസ്വേഡ് അഡ്മിൻ പാസ്വേഡാണ്. ഓക്കെ, കൊടുത്തു. ഇതാക്കണം, നമ്മളെ കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, നമ്മൾ ആദ്യം കാറ്റഗറിയിൽ പേര് കൊടുക്കുക. ഇമേജ് ഫീൽഡ് വന്നിട്ടുണ്ട്. സ്റ്റാറ്റസിൻ്റെ കാര്യം കണ്ടില്ല, ഓക്കെ എന്നുള്ള കാര്യം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണില്ല. ട്രെൻഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് ആവും. ഓക്കെ, അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യുക, കുറച്ച് കാറ്റഗറി അപ്ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അത് ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.